ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാം, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ക്രിസ്മസ് എക്സാം എന്ന് നമ്മൾ പറയുന്ന സെക്കൻഡ് ടേം എക്സാം ആയി. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 9ാം ക്ലാസ്സിൻ്റെ ക്ലാസ് 9ൻ്റെ മാത്സ് ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസറും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്യുക, ശേഷം മാത്രം ആൻസേഴ്സ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. 2024-2025 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്തമാറ്റിക്സ് നോക്കാം. ആൻസർ എനി 3 questions from 1 to 4. Each questions carries 2 scores. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റിന് ആൻസറുകൾ എഴുതുക. ഓരോ ക്വസ്റ്റിനും 2 മാർക്കുകളാണ്. ഓക്കെ, 1 മുതൽ 4 വരെയുള്ളതിൽ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ഫിഗർ നോക്കുക. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, AB equal to 12 cm, BC equal to 6 cm, AC 9, QR 4 cm. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്, ബിയും ക്യൂവും ഈക്വൽ ആണ്, ബാക്കി സെൻറ്റിമീറ്റേഴ്സും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് PR ഈക്വൽ ടു എത്രയാണെന്നും PQ ഈക്വൽ ടു എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ആൻസർ നിങ്ങൾ ആദ്യം ഒന്ന് എഴുതാൻ നോക്കുക, ശേഷം മാത്രം ആൻസർ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ എൻ പോയിന്റ്സ് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഡിനോട്ട്സ് ദ നമ്പേഴ്സ് -2, 5 ഓൺ ദ നമ്പർ ലൈൻ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ വൺ സൈഡ് ലെങ്ത്തും അതുപോലെ തന്നെ സ്ക്വയറിന്റെ ഏരിയയുമാണ് കണ്ടുപിടിക്കേണ്ടത്. Third question, perimeter of a circle is 10 pi centimeters. What is the radius of the circle? perimeter 10 pi ആണ്, റേഡിയസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, XY are 2 natural numbers. X plus y equal to 18, XY equal to 45. What is X minus y എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. ആ ചാപ്റ്റർ കൂടുതൽ ഫോക്കസ് ചെയ്ത് എക്സാമിന് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ 4 എണ്ണത്തിൻ്റെയും ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. നമ്മൾ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അതിന് ആൻസർ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്യുക. ഞാൻ 4ൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് PR-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റേഴ്സും PQ-ന്റെ 2 സെൻറ്റിമീറ്റേഴ്സും. നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കാണ് കേട്ടോ. അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്, അതായത് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്നുള്ളതിൻ്റെ ആൻസർ ആണ്. ഇതാണ് ആൻസർ വരിക കേട്ടോ. പിന്നെ ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇതല്ല, ലെങ്ത് ഇത് ഞാൻ ലാസ്റ്റ് പറയാം. ബി ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് 49 ആണ് കേട്ടോ. -2, 5 അതിൻ്റെ ആൻസർ ഞാൻ അതിൽ എഴുതി തരാം. അതിൽ എഴുതിയിരിക്കുന്നതിൽ എഴുതാൻ വിട്ടുപോയതാണ്. അതായത് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക, നമുക്ക് നോക്കാം. ഓക്കെ, ലെങ്ത് ഓഫ് വൺ സൈഡിൻ്റെ ആൻസർ ആയിട്ട് വരിക 2 + 5 7 യൂണിറ്റ് ആണ് കേട്ടോ. അതായത് 7 ആണ് ആൻസർ വരിക. അതവിടെ പ്രിന്റ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. 2 + 5 7 ആണ് ആൻസർ കേട്ടോ. മറ്റത് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡ് 7 കിട്ടി. ഏരിയ കാണാൻ എന്താണ് ഫോം? എന്ന് പറയുന്നത് വൺ സൈഡ് ആണ്, A സ്ക്വയർ. അതായത് 7 × 7 49 ആണ് വരിക കേട്ടോ. ഏരിയ ഓഫ് വൺ സൈഡ് 7 ആണെങ്കിൽ 4 സൈഡിൻ്റെയും കൂടിയിട്ടാണ് നമ്മൾ ഏരിയ കാണുക. അത് 49 ആയിരിക്കും. നെക്സ്റ്റ് പെരിമീറ്റർ ഓഫ് സർക്കിൾ 10 pi തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആദ്യം തന്നെ 10 pi ആണ് അതിൻ്റെ പെരിമീറ്റർ എങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഡയമീറ്റർ കാണുക. ഡയമീറ്റർ വരുന്നത് 10 ആണ്. അപ്പോൾ റേഡിയസ് പകുതി ആയിരിക്കും കേട്ടോ. 10/2 എന്താണെന്ന് നോക്കുക. ഇത് ഈക്വൽ ആണ്.
10/2 എന്ന് പറയുന്നത് 5 ആണ് ഇതിൻ്റെ റേഡിയസ് വരിക. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ മാത്രമാണ് ഞാൻ മാറ്റി പറഞ്ഞത് കേട്ടോ. രണ്ടാമത്തതിൻ്റെ ഇതിൻ്റെ ആൻസർ വരുന്നതാണ് 7 എന്ന് പറഞ്ഞു. ബി ക്വസ്റ്റിൻ്റെ ആൻസർ 49 തന്നെയാണ്. തേർഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് ആൻസർ വരിക. ഫോർത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് അവിടെ അവർ തന്നിരിക്കുന്നതെല്ലാം വെച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ x-y² ചെയ്യുക എന്നുള്ളതാണ്. x-y² ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇതുപോലെ x-y² ഫോമാണ് എന്തെന്ന് പറയണത് x+y² മൈനസ് 4xy എന്ന് വരും. x-y² x+y² മൈനസ് 4xy. നിങ്ങൾ ആ ഫോർമുലയൊക്കെ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല കേട്ടോ. അപ്പോൾ x-y² നമ്മൾ ഈ ഫോർമുല ഇടുമ്പോൾ 18ന്റെ സ്ക്വയർ 324 വരും. 4 × 45 180 വരും. പിന്നെ x-y² = 144 ആൻസർ എഴുതിയിട്ട് ഈ സ്ക്വയർ കളയാൻ, ഈ സ്ക്വയർ ഇവിടെ കളയണമെങ്കിൽ ഇപ്പുറത്ത് റൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സ്ക്വയർ കളഞ്ഞു നമ്മൾ. അപ്പോൾ സ്ക്വയർ പോകുമ്പോൾ അപ്പുറത്തുള്ള =ന്റെ അപ്പുറത്തുള്ള ആളെ നമ്മൾ റൂട്ടിൽ കയറ്റുക, സ്ക്വയർ റൂട്ടായിട്ട് മാറും. അപ്പോൾ 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 12 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പം 4 ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഈ 4 ഏതിന്ന് 4 ഏതിന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക, ശേഷം നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് വരുന്നത് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. 5 മുതൽ 10 വരെയാണ് ചോദ്യം. 5, 6, 7, 8, 9, 10 വരും കേട്ടോ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 scores ആണ്. ഓരോന്നിനും 3 മാർക്കാണ്. ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് 2/3 ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് 2/3 ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുമെന്ന് നോക്കാം. നമ്മൾ ഡ്രോ ചെയ്യണം ആദ്യം. ഇവരിവിടെ തന്നിരിക്കുന്നതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വരച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ കൂടെ ഒരു സ്പ്ലിറ്റ് വരും. 9 സെൻറ്റിമീറ്റർ 60 ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരിക കേട്ടോ. ഇനി ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് ഈ ബേസ് എത്രയാണ് 9 ആണ് തന്നിരിക്കുന്നത്. അപ്പം 9 × 2/3 ചെയ്യുക. 3യുടെ ടേബിളിൽ 9 കട്ട് ചെയ്ത് പോവും 3 ടൈംസ്. അപ്പോൾ 3 × 2 എന്തെന്ന് വരും 6 ആണ് വരിക. 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യണം. ലാസ്റ്റ് പറഞ്ഞു തരാം ആൻസർ. 6th ക്വസ്റ്റ്യൻ നോക്കാം. 6th √3 + √1 √3 - √1 = എന്താണെന്ന് നോക്കുക. ആൻസർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, നമ്മൾ ആൻസർ എടുത്ത് എഴുതാൻ മാത്രം ചെയ്താൽ മതി. ആൻസർ വരുന്നത് 2 ആണ്. നെക്സ്റ്റ് കമ്പ്യൂട്ട് 1/√3 + 1 അപ് ടു 2 ഡെസിമൽ പ്ലേസസ് കമ്പ്യൂട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് 0.365 ആണ്. ഇതും എങ്ങനെ ചെയ്തു എന്നുള്ളത് പറഞ്ഞു തരാം. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ ആൻസർ മാത്രം പറഞ്ഞത്, നിങ്ങൾ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ ഇസ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ ഇസ് 3 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാർജ് സർക്കിൾ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ എന്താണ്, ലാർജ് സർക്കിളിൻ്റെയും കാണണം, ഷെയ്ഡഡ് റീജിയൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറയാം ലാസ്റ്റ്. 8ാമത്തെ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് √5 സെൻറ്റിമീറ്റർ. √5 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. 9th ക്വസ്റ്റ്യൻ. P of x = 7x + 2. P of x = 7x + 2. അപ്പോൾ P of 2 എന്താണെന്ന് കാണണം. വാട്ട് ഈസ് P of 2 + P of -2 കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആൻസർ നോക്കാം. ആദ്യം പറഞ്ഞതിൻ്റെ ആൻസർ ആണ് 9 × 2/3 ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 6 ആണ് ആൻസർ വരിക. അതായത് 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക കേട്ടോ. 6th ക്വസ്റ്റ്യൻ വരുന്നത് √3 + 1 √3 - 1 ആൻസർ 2 ആ വരിക. B 1/√3 + 1ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഇതിൻ്റെ ആൻസർ ഇതല്ല, ഇതിൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കാണിച്ചു തരാം. 0.365 ആണ് കേട്ടോ. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ലാർജർ സർക്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അത് പൈ ആർ സ്ക്വയറിൽ ഇടുക. പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞ 5 ആണ്. പൈ ഇൻറ്റു 5 ഇൻറ്റു 5 25 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ബിയുടെ ആൻസർ വരുന്നത് എന്തെന്ന് വരും? 16 ആണ് കേട്ടോ. 16 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ എയ്ത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വരയ്ക്കാനാണ് അല്ലേ? √5 വരയ്ക്കണം. ഇങ്ങനെയാണ് ആ ഫിഗർ വരിക കേട്ടോ. അത് നമ്മൾ ഈ പ്രൂവ് ചെയ്തിട്ട് വേണം എഴുതണമെങ്കിൽ. 5 + 1/2 ദി ഹോൾ സ്ക്വയർ മൈനസ് 5 - 1/2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 5 + 1 6 ആണ്. 6/2 എന്ന് പറയുന്നത് 3 ആവും. 3യുടെ സ്ക്വയർ മൈനസ് 5 - 1 4 ആണ്. 4/2 എന്ന് പറയുന്നത് 2 ആണ്. 2ൻ്റെ സ്ക്വയർ 2 തന്നെ. 3² - 2² എന്ന് പറയുന്നത് √5 ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ √5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തെന്നെയാണെന്നറിയോ? 5 തന്നെയാണ് കേട്ടോ. √5 × √5 5 തന്നെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. രണ്ട് രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്. അടുത്തത് 9th ആണ്. P(2) നമുക്ക് 7 × P(x) തന്നിട്ടുണ്ടല്ലോ. 7x + 2. അപ്പം നമ്മൾ P(2) എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഈ 2നെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ എക്സ് തന്നിരിക്കുന്ന 7x എക്സിൻ്റെ പ്ലേസിൽ 2 അപ്ലൈ ചെയ്യുക. 7 × 2 + 2 16 ആൻസർ വരും. P(-2) അതേപോലെ തന്നെയാണ്. ഈ ഫോർമുലയിൽ എക്സിൻ്റെ സ്ഥാനത്ത് -14 അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് -12 വരും. ഇനി P(2) + P(-2) ചെയ്യുമ്പോൾ P(2) നമ്മുടെ ആൻസർ 16 ആണ്. പ്ലസ് P(-2) എന്ന് പറയുന്നത് -12 ആണ് ആൻസർ. അപ്പോൾ 16 - 12 ആയി മാറും. ആൻസർ ഈസ് 4. അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ABC ഈസ് ഐസോസ്ലസ്. അപ്പോൾ ഈ ഫിഗറിൽ ABC എന്ന ട്രയാങ്കിൾ ഐസോസ്ലസ് ആണ്. ഐസോസ്ലസ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് മാത്രം ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, തേർഡ് സൈഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ AB = 2√2 സെൻറ്റിമീറ്റേഴ്സ് ആണ്. AC = BC = √5 സെൻറ്റിമീറ്റർ ആണ്. സോ ABC 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ AD എന്താണ്? ഇതാണ് AD. ദെൻ ലെങ്ത് ഓഫ് CD എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ABCയുടെ ഏരിയയും കാണണം. സോ ആദ്യം തന്നെ AD എന്ന് പറയുന്നതിൻ്റെ ആൻസർ √2 ആണ് വരിക. അതെങ്ങനെ വരണമെന്ന് പറഞ്ഞു തരാം. ഈ ബേസിൽ 2√2 ഉണ്ടല്ലോ. ആ 2√2/2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദെൻ CD കണ്ടുപിടിക്കണം. CDയുടെ ആൻസർ √3 ആണ് വരിക. √3 പൈതഗോറസ് തിയറം വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC 1/2 BH ആണ്. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ½ BH ആണ്. ½ × ബേസ് × ഹൈറ്റ്. ബേസ് അടിയിലുള്ളത്, ഹൈറ്റ് ഈ സെൻറ്ററിൽ കൂടെ പോയിരിക്കുന്ന വരയാണ് കേട്ടോ. അപ്പോൾ 1/2 × ബേസ് 2√2 ആണ്. × √3 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? ഈ 2 × 2 ക്യാൻസൽ ആവും. √2 × √3 √6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻസർ വരും. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. ഫൈൻഡ് എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 21. ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ആണ്. 11 മുതൽ 21 വരെയുള്ളതിൽ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ 4 മാർക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ദ ലൈൻസ് AC-BD ആർ പെർപെൻഡിക്കുലർ ടു AB. PA = PB = 2:1. ദെൻ PC = PD കാണണം. ക്വസ്റ്റ്യൻ. B ക്വസ്റ്റ്യൻ AB = 12. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PA PB. C if PD = 5 cm ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. ഇത്രയും നമുക്ക് കാണണം. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ആൻസർ ലാസ്റ്റ് പറയാം. 12ാമത്തെ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ 4 cm. അപ്പോൾ ഒരു സർക്കിളിലെ ഡയമീറ്റർ 4 ആണ്. അതിൻ്റെ റേഡിയസ് കാണണം, ഏരിയ കാണണം. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് ഡബിൾ ഹൗ മെനി ടൈംസ് ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസസ്. അപ്പോൾ റേഡിയസ് ഡബിൾ ചെയ്തു, ഇരട്ടിയാക്കിയെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര മടങ്ങ് കൂടുമെന്നും കണ്ടുപിടിക്കണം. 11ാമത്തതിൻ്റെ ആൻസർ നോക്കാം. 11 നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് PC = PD എന്തെന്ന് വരും? 2:1 വരും. അതിൽ B ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് PA = 12 × 1/3 അല്ല, 12 × 2/3 ചെയ്യാം നമുക്ക് ആദ്യം. അപ്പോൾ 8 കിട്ടുന്നുണ്ടല്ലോ, കണ്ടല്ലോ. പിന്നെ അതിനെ നമ്മൾ വീണ്ടും 12 × PB കാണാൻ 12 × 1/3 ചെയ്യുക. അപ്പോൾ നമുക്ക് 4 കിട്ടും. പിന്നെ PC 2 × 5 ചെയ്യുക, 10 കിട്ടും. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. എല്ലാം സെൻറ്റിമീറ്ററിലാണ്. അടുത്തത് 12ാമത്തത് ക്വസ്റ്റ്യൻ. റേഡിയസ് എന്ന് പറയണത് 4/2 എന്തെന്ന് വരും? 2 തന്നെ വരും. 2 cm ആണ് റേഡിയസ് വരിക. ദെൻ B ആൻസർ ആയിട്ട് വരിക. ഏരിയ കാണാനാണ്. πr² ആണ്. ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാതിരിക്കണ്ട.
ഈ പൈ തന്നെയാണ് കേട്ടോ, പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 4 തന്നെയാണ്, 2 into 2 4 ആണ്. ഈ പൈ എഴുതുന്നതിന് പകരം സിമ്പിൾ കൊടുക്കുക, അത് പി ഐ എന്ന പൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ സിയുടെ ആൻസർ എന്ന് പറയുന്നത് ഏരിയ ഇൻക്രീസ്ഡ് ബൈ 4 times ആണ്. അതിങ്ങനെയാണ് വരിക, അത് ഇതിൽ എഴുതാൻ കുറച്ച് പാടാണ്. പൈ ഇൻറ്റു 2r ദി ഹോൾ സ്ക്വയർ വരും. ഇതിങ്ങനെ എഴുതി വയ്ക്കുക, ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, 4 പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ വരും. അടുത്തത് 13, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ആണ്. എക്സ് വൈ തന്നിട്ടുണ്ട്, നമ്മൾ എക്സ് പ്ലസ് വൈ, അത് എക്സ് മോഡ് ഓഫ് എക്സ് പ്ലസ് മോഡ് ഓഫ് വൈ ഉണ്ട്, അതുപോലെ എക്സ് പ്ലസ് വൈ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. 14, sides of a triangle are 5 cm, 6 cm, 9 cm. What is the perimeter of the triangle? Find the area of the triangle. 15, the length of one side of a rectangle is 2 units more than the length of the other side. Taking the shorter side of the rectangle as x, what is the longer side? Option തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. Then B, taking the area of the rectangle as a of x, write the relation between x and a of x as an equation. C, calculate a of 10. അപ്പോൾ ഇത് 3 നിങ്ങൾ എഴുതുക, ശേഷം ആൻസർ നോക്കാം. ആൻസർ പറയാം, 13ാമത്തതിൻ്റെ ആൻസർ ആണ്. ഇതിങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇത് ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ആദ്യം നമുക്ക് മോഡ് ഓഫ് 4 പ്ലസ് മോഡ് ഓഫ് -5 അവർ തന്നിരിക്കുന്നത് കേട്ടോ 9 വരും. ദെൻ അടുത്തതിൽ നമുക്ക് മൊത്തത്തിൽ ചെയ്യുമ്പോൾ 4 പ്ലസ് -5 ആൻസർ 1 വരും. ഓക്കെ, ഇത് വേണ്ട, ഞാൻ തന്നിരിക്കുന്ന എഴുതിയാൽ മതി. അടുത്തതിൻ്റെ ആൻസർ വരുന്നത് -1 ആണ്, പ്ലസ് -3 ഈക്വൽ ടു 4. ഇത് എങ്ങനെ 4 വന്നു നിങ്ങൾക്ക് സംശയം വരും. ഈ മോഡിൻ്റെ ഉള്ളിലുള്ള -1 മോഡ് മാറ്റി നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ വെറും 1 ആണ്. മോഡിൻ്റെ ഉള്ളിലുള്ള -3 പുറത്തേക്ക് എടുക്കുമ്പോൾ വെറും 3 ആണ്. അപ്പോൾ ആൻസർ അങ്ങനെയാണ് ഇതിൽ 4 വരിക കേട്ടോ. ഇനി അപ്പുറത്ത് -1 കംപ്ലീറ്റ് മോഡിൻ്റെ ഉള്ളിലാവുമ്പോൾ ഉള്ളത് പറഞ്ഞുതരാം. ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ മോഡിനകത്ത് ഇപ്പോൾ -1 -5 പറയുമ്പോൾ ആൻസർ ശരിക്കും മോഡിനകത്ത് -4 വന്ന് നിൽക്കുക. പക്ഷെ മോഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആക്കുമ്പോൾ അതിൻ്റെ ആൻസർ വെറും 4 ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരിക. അപ്പം ഇത് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി 14ാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ചുറ്റളവ് 20 cm ആണ് ആൻസർ വരിക. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഏരിയ കാണാനാണ്. ഏരിയ എന്ന് പറയണത്, ഏരിയയുടെ ആൻസർ തരാം. ഇതിങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. 10√2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തത് 15 ആണ്. ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് x+2 ആണ്. a of x ഈക്വൽ ടു x ഇൻറ്റു x+2 ദാറ്റ് ഈസ് ഈക്വൽ ടു x² + 2x ആണ്. അതായത് ബ്രാക്കറ്റ് വേണ്ട, x² + 2x ആൻസർ. ഇനി a of 10 എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്, 10² ആണ് കേട്ടോ. ഇതിങ്ങനെ 10² + 2 × 10 ആൻസർ 120 വരും. അപ്പോൾ 14, 13, 14, 15 കഴിഞ്ഞാൽ 16, ഫൈൻഡ് ദ നമ്പേഴ്സ് ഡിനോട്ടിംഗ് ദ പോയിന്റ്സ് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 7 units away from the point labeled 0 on the number line. B question, find x satisfying the equation x - 5 = 3. 17th question, 3 times of a number added to 5 times of another number gives 86. When 2 times of the second number is subtracted from 4 times of the first number gets 28. A question, form equation based on the given statements. B question, what are the numbers? അപ്പോൾ 16ന്റെ ആൻസർ വരുന്നത് നമ്പേഴ്സ് 7 and -7 ആണ്. ബി ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് 8 ആണ് ആൻസർ വരിക. അതെങ്ങനെയെന്നുള്ളത് x - 5 ആണ് 3. അപ്പോൾ എക്സിനെ പുറത്തിടുക, -5 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി മാറും. അങ്ങനെയാണ് 8 വരിക. ഇനി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ x - 5 = -3 ആയിട്ടും എടുക്കാൻ പറ്റും.
അപ്പോൾ വാല്യൂ വീണ്ടും മാറും കേട്ടോ. അപ്പോൾ വരുമ്പോൾ -5 ആണ് അപ്പുറത്ത് പോകണം, +3 ആവും. x = -3 + -5 വരുമ്പോൾ മൈനസ് ആദ്യം വന്ന് പിന്നെ പ്ലസ് വന്നാൽ മൈനസും പ്ലസും മൈനസ് ആണ് ആവുക, 2 ആണ് ആൻസർ വരിക. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, 17ാമത്തെ ആൻസർ നമ്മൾ ആ നമ്പേഴ്സിനെ നമുക്ക് എക്സും വൈയുടെ നമ്മൾ എടുക്കണം. അതിലൊരു സ്റ്റെപ്പ് എഴുതാൻ വിട്ടിട്ടുണ്ട്. നമ്പേഴ്സ് ടേക്കൺ ആസ് എക്സ് ആൻഡ് വൈ എന്ന് എഴുതി കൊടുക്കുക. ദെൻ 3x + 5y 86 കൊടുക്കുക. അത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. പിന്നെ 4x - 2y = 28, അത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 4, ഈ ആദ്യത്തെ ഇക്വേഷന് ഇൻറ്റു എന്ത് ചെയ്യുക, 4 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക കേട്ടോ. 4 വെച്ച് ഇൻറ്റു ചെയ്തതാണ്. 12x + 20y = 344. ദെൻ രണ്ടാമത്തെ ഇക്വേഷനെ ഇതിനെ 3 വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 12x - 6y = 84 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് സോൾവ് ചെയ്യുക. അപ്പോൾ 26y = 260 കിട്ടും. y പുറത്തിടുക, 26നെ ബ്രാക്കറ്റിന് =ന് അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ y = 260/26, ദാറ്റ് ഈസ് = 10 വരും. ദെൻ 3x + 50 = 86 കൊടുക്കുക. 3x = ഇത് അപ്പുറത്ത് പോയിട്ടുണ്ടാവും, മൈനസ് ആയി, അപ്പോൾ 36. x = 36/3 ആണ്. അപ്പോൾ ആൻസർ 12 വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ, 17. ദെൻ നെക്സ്റ്റ് 18. ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ABC ആർ 10 cm, 8 cm, 6 cm. സൈഡുകൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിളിൽ കാണുന്നുണ്ടല്ലോ. ആംഗിൾ A = ആംഗിൾ RPQ = 90 ഡിഗ്രി. ആംഗിൾ B = ആംഗിൾ PQR. ABC എന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. PRന്റെ വാല്യൂ 3 ആണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് PQ? PQന്റെ വാല്യൂ കണ്ടുപിടിക്കുക. B ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR കണ്ടുപിടിക്കുക. C ക്വസ്റ്റ്യൻ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ PQR, ട്രയാങ്കിൾ ABC. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 18ന്റെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് PQ = 4 cm ആണ്. അതായത് P-ന്ന് Qയിലേക്കുള്ള വാല്യൂ ആൻസർ വരുന്നത് 4 cm ആണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മൊത്തം 8 ആണ്, 8ന്റെ പകുതി കാണുക കേട്ടോ, 8/2 ആണ് 4 വരിക. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQRന്റെ ആൻസർ വരുന്നത് 6 ആണ്, 6 cm² ആണ്. ഹാഫ് BH ചെയ്താൽ മതി, 1/2 BH. C ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ട്രയാങ്കിൾ PQR, ഓക്കെ, ട്രയാങ്കിൾ PQR = ട്രയാങ്കിൾ ABC ആണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC = 4 × ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. 4 × ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ചെയ്യുക. ഇതിൻ്റെ ആൻസർ വരിക 1/4 ആണ് കേട്ടോ. 19th, a square and 2 semicircles are drawn as shown in the figure. Side of the square is 6 cm. What is the radius of the semicircle? Find the perimeter of the figure up to 2 decimal places. പൈയുടെ വാല്യൂ 3.14 എടുത്തിട്ട് തന്നെ ഇവിടെ ആൻസർ ചെയ്യണം. 20th question, draw a rectangle of perimeter 18 cm and sides are in the ratio 4:3. 19th ആൻസർ ആയിട്ട് വരിക R = 6/2, 3 cm ആണ് റേഡിയസ് വരിക. പെരിമീറ്റർ ഓഫ് ദ ഫിഗർ വരുന്നത് 3π + 6 + 3π + 6 ചെയ്യുക. അപ്പോൾ 6 × 12, 3π + 3π 6π വരും. 12 + 6π വരും. പൈയുടെ വാല്യൂ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശേഷം 6 × 3.14 ഇൻറ്റു ചെയ്യുക. ദെൻ 12 + ആ ആൻസർ ചെയ്യുക. അപ്പോൾ 30.84 cm ആൻസർ വരും. ഇനി നമുക്ക് 20th ക്വസ്റ്റ്യൻ അവർ തന്നിരിക്കുന്ന ഫിഗർ വരയ്ക്കാനാണ്. ഡ്രോ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ 9 cm ഒരു എന്ത് വരയ്ക്കുക, ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിനെ 4:3 ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് റെക്ടാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗർ. 21. In the figure, the sides of the larger triangle is 4/3 times of the sides of the small triangle. The length of bottom side of the small triangle is 9 cm and its height is 6 cm. A question, what is the length of bottom side of the large triangle? B, what is the height of the large triangle? C, the perimeter of small triangle is 24 cm. Find the perimeter of the large triangle. D, what is the scale factor of the areas of the triangles? അതിൻ്റെ ആൻസർ 21. ലെങ്ത് ഓഫ് ദ ബോട്ടം ഓഫ് ലാർജ് ട്രയാങ്കിൾ വരുന്നത് 12 cm ആണ്. ബി വരുന്നത് ഹൈറ്റ് ഓഫ് ലാർജ് ട്രയാങ്കിൾ 8 cm വരും. എല്ലാം സെൻറ്റിമീറ്ററിലാണ്. ദെൻ സി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സി പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ ആണ്. അത് 32 cm വരും. അതിൻ്റെ റേഷ്യോ ലാസ്റ്റ് വരുമ്പോൾ 9:16 ആണ്.
അത് ഇങ്ങനെയാണ് വരിക കേട്ടോ. 4/3 ദി ഹോൾ സ്ക്വയറിൽ ഇട്ടിട്ടാണ് ചെയ്യുക നമ്മൾ. അപ്പോൾ നമുക്ക് 16/9 വരും. ഇതിനെ നമ്മളെപ്പോഴും റേഷ്യോയിൽ എഴുതുമ്പോൾ നേരെ തിരിച്ചെഴുതണം, അതാണ് റൂൾ. അപ്പോൾ 16/9 ആണെങ്കിൽ റേഷ്യോയിലേക്ക് നമ്മൾ എഴുതുമ്പോൾ 9/16 വരും, 9:16 വരും. ഇങ്ങനെയാണ് ഇത് വരിക കേട്ടോ. അപ്പോൾ 21 കഴിഞ്ഞു. 22-ൽ നമുക്ക് ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ആണ്. 22 to 29 ക്വസ്റ്റ്യൻസിൽ ആൻസർ എനി 6 ആണ്. 5 മാർക്സ് ആണ് ഒന്നിനും. ഞാൻ 29 വരെയുള്ളതിൻ്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും 6 ചെയ്താൽ മതിയാകും. 22, when each of two numbers are increased by 1, their product becomes 1581. 1581, and when each number is decreased by 1, the product becomes 1421. What is the product of numbers? What is their sum? What are the numbers? 23. Draw the circumcircle of the triangle with sides 7 cm, 6 and 5 cm. അപ്പോൾ 22-ൻ്റെ ആൻസർ വരുന്നത്, ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് x+1 × y+1 1581 ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ വീണ്ടും ബാലൻസ് ചെയ്യണം കേട്ടോ. xy + x+y + 1 1581 വരും. ദെൻ x-1 y-1 1421 അവർ തന്നിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. xy - x+y + 1 1421. ദെൻ എഗൈൻ ഈ ഫോർമുല, ഫസ്റ്റ് ഫോർമുലയാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. xy + x+y + 1 = 1581. ഇനി ഡബിൾ ചെയ്യുക. 2xy + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 3002 വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് ആ ആൻസർ വരിക കേട്ടോ. ദെൻ 2xy = 3000 വരും. xy പുറത്തിടുക, 2-നെ അകത്ത് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിവിഷനിലേക്ക് പോകും. 3000/2 ആണ് ഈ പറയുന്ന 2 ചെയ്യുമ്പോഴാണ് 1500 വരിക. ദെൻ 2xy + 2 × x+y = 160 ആണ്. അപ്പോൾ x+y = ഇത് അപ്പുറത്ത് പോകുമ്പോൾ വീണ്ടും ഡിവൈഡ് ആവും, അപ്പോൾ 80 വരും. ദെൻ x - 5 ദി ഹോൾ സ്ക്വയറിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇത് ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ നല്ലത് ഇവിടെ 80² ഉണ്ട്. ഇത് മാറ്റി എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല. x+y 18 കിട്ടി. ഇനി നിങ്ങൾക്ക് x - yയുടെ ആൻസർ വേണ്ടേ? x - y = നിങ്ങളൊരു റൂട്ട് ഓപ്പൺ ചെയ്യുക. റൂട്ട് ഓപ്പൺ ചെയ്ത് 80² - 4 × 1500 ചെയ്യുക. അപ്പം നമുക്ക് 6400 - 6000. അപ്പോൾ നമുക്കിതെല്ലാം റൂട്ടിനകത്ത് തന്നെയാണ്. റൂട്ട് ലാസ്റ്റ് ചേഞ്ച് ചെയ്യുക. 6400 400 600 പോയി കഴിഞ്ഞാൽ 400 വരും. അപ്പോൾ √400 എന്ന് പറയുന്നതിൻ്റെ ആൻസർ 20 ആയിരിക്കും. ഇനി നമുക്ക് എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. എക്സിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x - y ആണ് ഇപ്പോൾ എന്തെന്ന് വന്നിരിക്കുന്നത്? 20. ഇനി നമുക്ക് x+y തന്നിട്ടുണ്ടല്ലോ. x+y എന്തെന്ന് തന്നിട്ടുണ്ട്? 80 തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ കാണാൻ പോവുകയാണ്. 80 + 20/2. അപ്പോൾ ആൻസർ എന്ത് വരും? 50 വരും. ഇനി y വാല്യൂ കാണുക. 80 - 20/2 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ വരിക 30 ആണ്. ഇങ്ങനെയാണ് വരിക. എഴുതാനുള്ള പരിമിതി കാരണമാണ് ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് 23-ാമത്തെ വരുന്നത് ഇങ്ങനെയാണ്. ഫോർ ഡ്രോയിങ് ട്രയാങ്കിൾ, നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഫോർ ഡ്രോയിങ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ, എങ്കിൽ മാത്രമേ നമുക്ക് സർക്കും സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് 23-ാമതിൻ്റെ സർക്കും സർക്കിൾ ആൻസർ. ഒരു ട്രയാങ്കിൾ വരച്ച് അതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നതിനെയാണ് സർക്കും സർക്കിൾ എന്ന് പറയുക. അടുത്തത് 24 വരുന്നത്, ഇൻ ദ ഫിഗർ O is the center of the circle. Triangle AOC is a equilateral triangle. The point A denotes the number -2 on the number line and the point B denotes the number 10 on the number line. A question, which number denotes the center of the circle?
B. Find the diameter of the circle. C. Find the length of one side of the triangle. D. Find x satisfying the equation x minus 3 equal to x plus 7. Mode of ആണ് 25 ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാം പറഞ്ഞിട്ട് ആൻസർ പറയാം. 25th ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോർ കോർണേഴ്സ് ഓഫ് എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 6 cm, 5 cm, small squares of same size are cut off as shown in the figure and the tabs are raised up to make a box. A. Denote the length of the sides of the squares as x centimeter and write the length of the three edges of the box in terms of x. B. Write the general form of the polynomial which represents the volume of the box. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. 24 എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് -2 + 10/2 ആണ്. മൈനസും പ്ലസും മൈനസ് ആവും, അപ്പോൾ 8/2 ആവും. 4 ആണ് ആൻസർ. ബി മോഡ് ഓഫ് 10 മൈനസ് ബ്രാക്കറ്റിൽ -2 ആണ്, അപ്പോൾ 10 + 2 12 ആണ് ആൻസർ വരിക. സിയുടെ ആൻസർ 6 ആണ്. ഡിയുടെ ആൻസർ വരുന്നത് 3 + -7/2 ആണ്. പ്ലസും മൈനസും ആണ്, അപ്പോൾ -4 വരും. -4/2 -2 ആൻസർ വരും. ഇനി 25ാമത്തതിൻ്റെ ആൻസർ ഹൈറ്റ് എക്സ് ആണ്, ലെങ്ത്ത് 6 - 2x, ബ്രെഡ്ത്ത് 5 - 2x. വോളിയം എന്ത് വരും? x × 6 - 2x × 5 - 2x. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ 4x³ - 22x² + 30x ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇനി 26 ഡ്രോ ദി quadrilateral with the same angles of the given quadrilateral and side scale by the factor 1.5. ഓക്കെ, അപ്പം നമുക്ക് സൈഡ് 1.5 ആയിരിക്കണം, അതിൻ്റെ 1.5 ആയിരിക്കണം ഡിവിഷൻ വരേണ്ടത്. ഇത് തന്നെയാണ് വരയ്ക്കേണ്ടത്, സെയിം ആംഗിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 26ൻ്റെ ആൻസർ ആയിട്ട് ഇങ്ങനെയാണ് ഫിഗർ വരിക കേട്ടോ. നെക്സ്റ്റ് 27 പെരിമീറ്റർ ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ 60 cm. അപ്പോൾ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 60 ആണ്. എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. സി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് റെഗുലർ ഹെക്സഗൺ ഡ്രോൺ ബൈ ജോയിനിങ് 6 ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഡി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സഗൺ. 28 in the figure two small circles are drawn. ആ ഫിഗറിൽ കാണുന്ന പോലെ with half the diameter and 1/3 of the diameter of the large circle. Diameter of the large circle is 12 centimeters. A. What is the area of large circle? B. Find the radius of two small circles. C. Find the area of the shaded region. അപ്പോൾ 27ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 60 ഒരു പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലോ, 3 സൈഡും കൂടി കൂട്ടിയാലല്ലേ 60. 1 സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്യുക, 60/3 20. ഏരിയ കാണാൻ ബിയുടെ ആൻസർ ഏരിയ ആണ്, √3 × 20² / 4 10√3 സ്ക്വയർ സെൻറ്റിമീറ്റർ. സി ലെങ്ത് ഓഫ് എ സൈഡ് 20 cm. ഡി ഏരിയ ആണ്, 6 × 100√3 = 600√3 സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. ഇനി 28ാമത്തതിൻ്റെ ആൻസർ ഏരിയ ഓഫ് ലാർജർ സർക്കിൾ πr² ചെയ്യുമ്പോൾ π × 6² എഴുതുക, 36 π സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻസർ വരും. ബി റേഡിയ ഓഫ് സ്മോളർ സർക്കിൾസ് ആണ്, 6/2 അത് 3 ആണ്, 6/3 അത് 2 ആണ്. ഇതാണ് റേഡിയസുകൾ വരിക. ഏരിയാസ് ഓഫ് സ്മോളർ സർക്കിൾസ് ആണെങ്കിൽ π × 3² വരും, π × 2², അപ്പം 9 πയും 4 πയും ആൻസർ വരും. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൺ ആണ് അടുത്തത്. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ്റെ കാണണമെങ്കിൽ നമുക്ക് ലാർജർ സർക്കിളിൻ്റെ ഏരിയയും അറിയണം, ചെറിയ 2 സർക്കിൾസിൻ്റെ ഏരിയയുടെ സമ്മും അറിയണം. അപ്പോൾ രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഏരിയ ഓഫ് ലാർജർ സർക്കിൾ 36 π ആണ്, മൈനസ് സം ഓഫ് ഏരിയാസ് ഓഫ് സ്മോളർ സർക്കിൾസ് 9 π + 4 π ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 23 π സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് വരുന്നത് റീഡ് ദ ഗിവൺ നമ്പർ പാറ്റേൺ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട്, അത് വെച്ച് ABCDE 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 4 എണ്ണത്തിൻ്റെ ആൻസർ കാണണം. റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഇൻ ദ പാറ്റേൺ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നോക്കാം. ഇതുപോലെയാണ് ആ പാറ്റേൺ വരിക. 1 + 2 + 3 + 4 + 5 + 4 + 3 + 2 + 1 that is equal to 5² that is equal to 5 × 4 + 5. അടുത്തത് ബി ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഇസ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ 9th ലൈൻ ആണ്. 9th ലൈനിൻ്റെ കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് 10 ആണല്ലോ, 10ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി കേട്ടോ, അപ്പോൾ 100 വരും. അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് ഫുള്ളായി വായിക്കുന്നില്ല, 25² = 25 × 24 + പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലോ, ഇതൊന്ന് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ ആൻസർ 25 ആണ് വരിക കേട്ടോ. ദിൻ ഡി വരുന്നത്
ഫോർമുലയാണ് വേണ്ടത്. n ഇൻറ്റു n മൈനസ് 1 പ്ലസ് n വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് n² ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കിവിടെ n+1 ഡാഷ് പ്ലസ് n+1 ആണ്. ഡാഷ് ഫില്ല് ചെയ്താൽ മതി. ആ ഡാഷിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് n+1 ഇൻറ്റു n ആണ്. അപ്പോൾ നമുക്ക് 29 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് മാത്സിൽ. 29 എണ്ണത്തിൻ്റെയും ക്വസ്റ്റ്യനും ആൻസേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. നമ്മൾ തുടർന്നും എല്ലാ സബ്ജക്ട്സിൻ്റെയും മോഡൽ എക്സാമും തുടർന്ന് ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ഡിസ്കഷനും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.